നമസ്കാരം. തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി 8 മാസം പ്രായമായ കുട്ടി മരിച്ചതിൽ അസ്വാഭാവികത എന്ന അച്ഛന്റെ പരാതിയിൽ വിശദ അന്വേഷണം തുടരുകയാണ്. പൊക്കുന്ന് അബീന ഹൗസിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാബാണ് കഴിഞ്ഞ രാത്രി മരിച്ചത്. നിസാറിന്റെ മറ്റൊരു കുട്ടി 2 വർഷം മുൻപ് തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങി മരിച്ചിരുന്നു. 2 കുട്ടികളും മരിച്ചത് ഭാര്യ വീട്ടിൽ വെച്ചാണ്. ഇതോടെയാണ് ടൗൺ പോലീസിൽ നിസാർ പരാതി നൽകിയത്. നിസാറിന്റെ ഭാര്യയുടെ വീട് കുറ്റിച്ചിറയാണ്. ഇരുവരും കുറച്ചു നാളുകളായി അകന്നാണ് കഴിയുന്നത്. 14 ദിവസം പ്രായം മാത്രമുള്ളപ്പോഴാണ് ആദ്യ കുട്ടി മരിച്ചത്. ഇന്നലെ രാത്രിയാണ് രണ്ടാമത്തെ കുട്ടി മരിച്ചത്. തൊണ്ടയിൽ അടപ്പ് കുടുങ്ങിയതിനെ തുടർന്ന് കുട്ടിയെ കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് കുട്ടി ഓട്ടോയിൽ നിന്ന് വീണപ്പോഴും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതായി പരാതിയിൽ പറയുന്നു. എന്നാൽ 8 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത്. ഈ കുട്ടിയാണ് ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണത്. അന്നും കൃത്യമായി കുട്ടിക്ക് ചികിത്സ നൽകിയില്ല. ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി. എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്തിട്ടും കുട്ടി മാത്രം എങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്നും വീണു എന്ന ചോദ്യം നിസാർ ഉയർത്തുന്നുണ്ട്. നിസാറിന്റെ ഭാര്യ ആയിഷ സുൽഫത്തിന്റെ കുറ്റിച്ചിറയിലുള്ള വീട്ടിൽ വെച്ച് തിങ്കളാഴ്ച രാത്രിയായിരുന്നു കുട്ടിയുടെ തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങിയത്. തൊണ്ടയിൽ ഷാംപൂ കുപ്പിയുടെ അടപ്പ് കുടുങ്ങിയ കുട്ടിയെ രാത്രി 9:30 കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ മരണം സംഭവിച്ചിരുന്നു. വിവരം ഭാര്യ വീട്ടുകാരോ തന്നെ അറിയിച്ചില്ലെന്നും മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും അറിയിച്ചാണ് ടൗൺ പോലീസിൽ നിസാർ പരാതി നൽകിയത്. ഇരുവരുടെയും ആദ്യത്തെ കുട്ടി 2023 ജൂലൈയിലാണ് മരിച്ചത്. നിസാറും ആയിഷയും കുറച്ചു കാലമായി ഒന്നിച്ചല്ല താമസിക്കുന്നത്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ആയിഷ സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് ടൗൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഇല്ലെങ്കിലും കുടുംബത്തെ ആകെ പോലീസ് ചോദ്യം ചെയ്യും. അച്ഛന്റെ പരാതിയിൽ വ്യക്തത വരുത്താനാണിതെല്ലാം. മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയാൽ അന്വേഷണം പുതിയ തലത്തിലെത്തും. പരാതിയിൽ പറയുന്നത് വെച്ച് അസ്വാഭാവികത പോലീസ് സംശയിക്കുന്നുണ്ട്. ആദ്യ കുട്ടിയുടെ മരണവും രണ്ടാമത്തെ കുട്ടിയുടെ ഓട്ടോയിലെ അപകടവും അടക്കം പരിശോധിക്കും. എങ്ങനെയാണ് കുട്ടിയുടെ തൊണ്ടയിൽ അടപ്പ് എത്തിയതെന്ന് കണ്ടെത്തലാകും അന്വേഷണത്തിൽ നിർണായകം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.